രണ്ടുപേരും തമ്മിൽ തീരാത്ത പ്രശ്നങ്ങൾ ഞാനിങ്ങനെ പാതിരാത്രിയല്ല ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് ഏകദേശം ലെവലിലെത്തിയപ്പം ഞാൻ അതിൽ ഒരു നല്ലവനാണെന്ന് തോന്നുന്ന ഒരു സാധുവായ അല്പം വയസ്സായ ആളെ മാറ്റി നിർത്തി ഞാൻ എന്തിനാ ഇവൻ്റെ കൂടെ അല്ല കച്ചവടത്തിൽ നിങ്ങൾ കൂടിയെന്ന് നമ്മളൊന്ന് ചോദിച്ചു പോകൂലേ? ചോദിക്കാൻ പോകണ്ടെന്നുണ്ടോ? ചോദിച്ചു പോകും. എന്തിനാ ഇവൻ്റെ എല്ലാം കൂടെ നിങ്ങൾ കൂടുന്നത്? നിങ്ങൾ ആ പണ്ട് ചെയ്യുന്നത് പോലെ, എനിക്കറിയാം അദ്ദേഹത്തിന്, ഞാൻ അയാളുമായിട്ട് കച്ചവടം കൊണ്ട് പണ്ട് ചെയ്യുന്നത് പോലെ ഉള്ളത് കൊണ്ട് കുറച്ച് അങ്ങനെ അങ്ങ് പോയാൽ പോരായിരുന്നു. അങ്ങനെയാണ് നമുക്ക് പലർക്കും അബദ്ധം ഉണ്ടാവുക. നമ്മൾ കുറച്ച് എവിടെയെങ്കിലും പാവങ്ങളും ചെയ്തു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു വിദ്വാൻ ഇങ്ങനെ വരും. അയാൾ ഇങ്ങോട്ട് വന്നിട്ട് നമുക്കൊരു പുതിയ ഫാം രൂപീകരിച്ചുകൂടെ, അല്ലേ? ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ആക്കിക്കൂടെ? അങ്ങനെയല്ലേ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ്? എന്നും കുന്നും ഇങ്ങനെ പെട്ടിക്കടയിലിരിക്കല, എന്നും കുന്നും ഇങ്ങനെ ചെറിയ ഷോപ്പും കൊണ്ടിരിക്കല? പുതിയ ലോകമല്ലേ, നമുക്ക് വളരണ്ടേ, വലുതാകണ്ടേ? അങ്ങനെ അയാൾ ഒരു പുതിയ ഫോം ഉണ്ടാക്കി. എന്നിട്ട് അയാൾ വൺ ഓഫ് ദി ഡയറക്ടറായിട്ട് അങ്ങ് സ്വയം പ്രഖ്യാപിച്ചു. അയാൾ വൺ ഓഫ് ദി ഡയറക്ടർ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവ് എൻ്റെ സ്വന്തം അനുഭവത്തിലും അബദ്ധത്തിലും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ശക്തമായി പറയാം. വൺ ഓഫ് ദി ഡയറക്ടറായിട്ട് അയാൾ അങ്ങ് സ്വയം അവരോധിതനാവും. ഞാൻ പണ്ട് ഈ പെട്ടിക്കട പോലെ കഷ്ടപ്പെട്ട് നടത്തിക്കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി എൻ്റെ കുടുംബമൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്ന ഈ സംഗതി ഒരുത്തൻ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ചാടിക്കയറി അവസാനം എൻ്റെ കസേരയിൽ അവനിരിക്കുക. പിന്നെ ഞാൻ മാസം എന്തെങ്കിലും ചിലവിന് വേണമെങ്കിൽ ഓൻ്റെ മുമ്പിൽ പൊട്ടി ഇങ്ങനെ തലയുറഞ്ഞിട്ട് ഇരക്കുക. ഞാൻ ഫോൺ വിളിച്ചിട്ട് അവനോട് പൈസ ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും പുറത്തുനിന്ന് കേട്ടാൽ നിങ്ങൾ വിചാരിക്കുക ഞാൻ ഓനോട് സക്കാത്ത് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അല്ല, സക്കാത്തല്ല. ലക്ഷവും കോടികളും അവൻ വാങ്ങിയിട്ട് എന്നെ അങ്ങേയറ്റത്തെ അബദ്ധത്തിൽ കുടുക്കി, വഞ്ചനയിൽ കുടുക്കി, വാക്ക് പാലിച്ചില്ല. എന്നിട്ട് തരാനുള്ളതിന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ, അവൻ്റെ വർത്താനം തിരിച്ചു കേൾക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കാമെന്നറിയോ? നമ്മൾ അവനോട് ചക്കാത്തി ചോദിക്കാൻ പോയതിലുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്ര ശക്തമായ ഭാഷയിൽ കാംബസാറിൽ നിന്ന് പറയുന്നത് ഇതൊരു ബാസാറാണ്, കാംബസാറാണ്. മുസ്ലിമീങ്ങൾ അധികമായി കച്ചവടം ചെയ്യുന്ന ഏരിയയാണ്. മുസ്ലിമീങ്ങളുടെ കച്ചവടം എത്രത്തോളം സത്യസന്ധമാവുമോ അത്രത്തോളം നമ്മുടെ സമൂഹം നന്നാവും. മുസ്ലിമീങ്ങളുടെ ഇടപാട് എത്രത്തോളം സത്യസന്ധവും അമാനത്തുള്ളതുമാവുമോ അത്രത്തോളം നമ്മുടെ സമൂഹം നന്നാവും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, ദുബൈയിലും കുവൈത്തിലും സൗദിയിലും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിലും ഇവിടുന്ന് പോയ നമ്മുടെ സാധുക്കളായ സഹോദരങ്ങൾ അന്നം തേടുകയാണ്. നമ്മളുടെ ഒക്കെ ഈ വരുമാനവും നമ്മുടെ ഒക്കെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും അവിടുത്തെ ദിർഹം ദീനാറുകളും ഒക്കെയാണ്. ഒരു പക്ഷേ അവിടെ വീണുകൊണ്ടിരിക്കുന്ന ഈ അപകടങ്ങളുടെ തീമഴ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ ചെറിയ വൃത്തികേടുകളുടെ അനന്തരഫലമാകുമെന്നതിൽ ആരും സംശയിക്കണ്ട. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. മനസ്സിലാകാൻ കുറച്ച് പണിയാണ്, കുറച്ച് പ്രയാസമാണ്. ഞാൻ ഈ പറഞ്ഞ സാധുവായ മനുഷ്യനെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് എന്തിനാ അവൻ്റെ ഒപ്പം ഇങ്ങനെ നിങ്ങൾ പഴയ ചെയ്യുന്നത് പോലെ ചെയ്ത് പോയാൽ പോരായിരുന്നു, ഉള്ളത് കൊണ്ട് പടച്ചോ ബർക്കത്ത് തരൂലേ എന്ന് ചോദിച്ചു. ഇയാൾ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെ അവനെ വിശ്വസിക്കാണ്ടിരിക്കുക? വീണുപോയതല്ലേ, എങ്ങനെയാ വിശ്വസിക്കാണ്ടിരിക്കുക? വീണുപോയതല്ലേ. അവന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ആദ്യം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചായയും കടിയെല്ലാം കൊണ്ട് കൊടുക്കൂലേ? ചായയും കൊണ്ട് കൊടുത്ത് കടിയും കൊണ്ട് കൊടുത്ത് കുറച്ച് നേരം സംസാരത്തിൻ്റെ ഇടയിൽ ഇയാൾ കടി കഴിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഇങ്ങനെ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കും, ഏയ് ഡാഷ് ഇക്കാക്ക, പേര് പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് ഡാഷ് ഇക്കാക്ക ഈ ചായ ഞാൻ കുടിച്ചോട്ടെ? ചായ കുടിച്ചോട്ടെ? നിങ്ങൾക്ക് കുടിക്കാനല്ലോ? അല്ല, നിങ്ങളുടെ അനുവാദമില്ലാതെ ഈ ചായ കുടിക്കാൻ പാടില്ലല്ലോ, നിങ്ങളുടെ പൊരുത്തം വേണ്ടേ? എന്താ ചിരിക്കുക? അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. പ്രസംഗിക്കാൻ മാത്രമല്ലേ നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടുള്ളൂ, അടിക്കാൻ ക്ഷണിച്ചിട്ടില്ല. അഥവാ അടിക്കാനായിരുന്നു നിങ്ങൾ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ നന്നായോ അടിക്കുമായിരുന്നു. അത്രയ്ക്കും ദേഷ്യമുണ്ട്. കാരണം ഈ സമുദായം എവിടെ എത്തി നിൽക്കുന്നു ഞങ്ങൾ പറയുക. ഇത് എവിടുന്നാ പറഞ്ഞു? നിങ്ങൾ അതോടെ പറഞ്ഞേക്കാം. ദാ ഈ കാണുന്ന കാമസാറിൻ്റെ ഈ ഡോറിൽ ചാരി നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്കാണിത്. എങ്ങനെ ഞാൻ വിശ്വസിക്കാതിരിക്കും? എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ സഹോദര, നിങ്ങൾ പാവമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ അങ്ങേയറ്റത്തെ തരികടയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഈ കാണിക്കുന്ന വൃത്തികേട്, അല്ലേ? പാവം, നിങ്ങൾ സാധുവായതുകൊണ്ടല്ലേ? നിനക്ക് കുടിക്കാനല്ലേ ഞാൻ ചായ കൊണ്ട് തന്നത്? നിനക്ക് തിന്നാനല്ലേ ഞാൻ കടി കൊണ്ട് തന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം ഈ ചായ പൊരുത്തത്തോടു കൂടി ഞാൻ ചോദിച്ചിട്ടെടുത്ത് കുടിക്കും, ഉള്ളിൽ കിടക്കുന്ന മറ്റേത് ഞാൻ ഇങ്ങനെ അടിക്കും. ഏത്? ബാക്കിൽ കിടക്കുന്നതും പാവം ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തും ഞാൻ ഇങ്ങനെ അടിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ സമുദായത്തിൻ്റെ കപട മേഖലകൾ ഇങ്ങനെ ഓരോ ദിവസവും മോശമായി പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയുന്നു, നമ്മൾ എത്ര നിസ്കരിച്ചാലും, എത്ര നോമ്പെടുത്താലും, എത്ര സദഖ സക്കാത്തുകൾ കൊടുത്താലും, നമ്മുടെ ഇടപാടുകൾ നന്നാകാതെ, കച്ചവട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താതെ,
സത്യസന്ധതയില്ലാതെ അമാനത്ത് പൂർത്തീകരിക്കാതെ പടച്ചവൻ്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതാണ് ഖുർആനായ തോതിയത്, ഇന്ന് ആ പാവപ്പെട്ടവനെ നിന്റെ വേഷവും കോലവും വർത്താനവും ഒക്കെ പറഞ്ഞിട്ട് പറ്റിക്കാൻ നിനക്ക് സാധിച്ചെന്ന് വരും. പറ്റിച്ചെടുത്ത ഈ ചില്ലിക്കാശ് എത്ര ചെറുതാണെങ്കിലും ഖിയാമത്തിന്റെ ദിവസത്തിൽ അത് മുഴുവൻ പടച്ചവും കൊണ്ടുവരും. അത് ആണപ്പൈ എന്ന് നമ്മൾ പറയുന്നില്ലേ, ആണപ്പൈ വിടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അള്ളാഹ് വിടൂല. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഇവിടെ ഇങ്ങനത്തെ പല പാവങ്ങളും, പടച്ചവനെ ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്, ഞാൻ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, പടച്ചവനെ ഞാൻ തിന്നാണ്ടും കുടിക്കാണ്ടും അവിടെ പട്ടിണി കിടന്നുണ്ടാക്കിയതാണ്, എൻ്റെ സുഹൃത്തുക്കളെല്ലാം എല്ലാ ദിവസവും ബ്രോസ്റ്റർ കഴിക്കുമ്പോൾ, എല്ലാ ദിവസവും ഷവർമയും ഷവായും കഴിക്കുമ്പോൾ, എല്ലാ ദിവസവും ഷെയ്ക്ക് കുടിക്കുമ്പോൾ ഞാൻ അതിനൊന്നും പോകാതെ ആരാൻ്റെ കാറ് കഴുകിയിട്ട് ആരാൻ്റെ ഓഫീസ് വൃത്തിയാക്കിയിട്ട് ഓവർ ടൈം ചെയ്തിട്ട് ചുമടെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ പൈസയാണ്. ആ നാറി ആ പൈസ അങ്ങനല്ലേ, ആ നാറി എന്തെല്ലാം പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്നും ആ പൈസ പിടുങ്ങി. ഇന്ന് ഞാൻ സാധുവായി, പാവമായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും അങ്ങനെ ഞെളിഞ്ഞു നടക്കരുത്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും തിരുത്താനും ഒക്കെ തൗഫീഖ് തരുമാറാകട്ടെ. സത്യസന്ധതയോടുകൂടി ജീവിക്കണം. അതിൻ്റെ പേരിൽ എത്ര നഷ്ടം വന്നാലും സാരമില്ല, സമ്പാദ്യം കുറഞ്ഞാലും സാരമില്ല. ചിലപ്പോൾ നമ്മൾ മറ്റവനെ പോലെ വലിയ വീടും പുരയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സാരമില്ല. സമാധാനത്തോടെ സ്വസ്ഥമായ നിലയിൽ ഉള്ളതുകൊണ്ട് ഒതുങ്ങി ജീവിച്ച് കഴിഞ്ഞുകൂടാൻ സാധിക്കുമെങ്കിൽ അതാണ് ഖൈർ. അള്ളാഹു നമുക്ക് ആ സമാധാനത്തിൻ്റെ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. മരണം വരെയും ഈ നല്ല മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ എൻ്റെ വർത്തമാനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനയോ വിഷമോ വന്നുപോയെങ്കിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെ ചിലപ്പം വികാരഭരിതനായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയോ എന്ന് എനിക്കറിയില്ല. പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ പറഞ്ഞാക്ക് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. വെറും പറച്ചിലിന് വിപരീതമായ ജീവിതവും ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ പറച്ചിലൊന്നും എവിടെയും കൊള്ളാതെ പോകുന്നത്. എവിടെയും ഏശുന്നില്ലല്ലോ. ഇങ്ങനെ പറച്ചിൽ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ട് നാട്ടുകാർക്കൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അയച്ചു കൊടുക്കുകയാണ്. സോഷ്യൽ മീഡിയയിലാണ്. അവനവൻ്റെ മനസ്സിൽ എവിടെയും വരുന്നില്ല. അതുകൊണ്ട് മനസ്സിൽ വരണം, ജീവിതത്തിൽ വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലും ജീവിതത്തിലുമൊക്കെ ഇതിൻ്റെ അസറുകൾ ഉണ്ടാക്കി നമ്മളെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. उलमाए देवबंद हक़ गो